ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ക്രിസ്മസിന് ഒരുക്കമായ നോമ്പിന്റെ 24-ാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ക്രിസ്മസിന് ഇനി ഒരു ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നോമ്പിന്റെ 24-ാം ദിവസമായി ഇന്ന് ക്രിസ്മസിന്റെ തലേ ദിവസം ഈ ദിനം ഈശോടൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. തിരുനാളിൻ്റെ തലേ ദിവസത്തെ ഈ ശുശ്രൂഷയിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഓ ദൈവമേ, ഈ ദിനം വലിയൊരു അഭിഷേകവും വലിയൊരു അനുഗ്രഹവുമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇനിയും ക്രിസ്മസിനായി ഒരുങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി ജീവിതത്തിലേക്ക് ഈ പ്രഭാത ആരാധനയിലൂടെ ഈശോയെ വരണമേ, വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ഈ ദിവസം വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 13-14 തിരുവചനങ്ങളാണ്. തിരുവചനം പറയുന്നു, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മകത്ത്, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഓ ദൈവമേ, ദൈവദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ, തിരുവചനം പറയുന്നത് പോലെ ദൈവത്തെ സ്തുതിച്ചതുപോലെ ഞങ്ങളുടെ അനുദിന ജീവിത മേഖല ദൈവമേ സ്തുതിപ്പിൻ്റെ ഒരു അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അത് ഞാൻ എപ്പോഴും വെറുവെറുക്കുന്നൊരു വ്യക്തിയാണ്. എനിക്കെൻ്റെ സങ്കടങ്ങളും കണ്ണുനീരും മാത്രമാണ് തവനെ മുമ്പിൽ വയ്ക്കാനുള്ളൂ. ഞാൻ എൻ്റെ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഈ ദൈവം നൽകിയ മഹത്തായ കാര്യങ്ങളെ ഓർത്ത്, ഈ ദൈവം നൽകിയ ജീവിതത്തെ ഓർത്ത്, അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഇതുവരെയെങ്കിലും ഞാൻ സ്തുതിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ സമയം തിരുവസ്തുരുവിനായി ഈശോയെ ഉറച്ച തീരുമാനം എടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ അങ്ങയെ സ്തുതിക്കും ദൈവമേ. സ്തുതിപ്പിൻ്റെ അഭിഷേകം ഈ സമയം ഒരു വ്യക്തിയിലും വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ 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 എന്ന് സ്തുതിക്കാം. യേശുവേ 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 ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്ന ദൈവമക്കൾ ഈ സമയം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോയെ കൃപയാ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ജോയിസി, കദളിക്കാട് നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് കെട്ടുകൊണ്ട് നടന്നു പോയപ്പോൾ അദ്ദേഹം വീഴുകയും കഴുത്തിന് വിട്ടുമാറാത്ത വേദന വരികയും പല ഹോസ്പിറ്റലിലും വേദനയ്ക്കുള്ള മരുന്നുകൾ കഴിച്ചിട്ടും വേദനയ്ക്ക് ഒരു കുറവും വരാതിരുന്നപ്പോൾ ഞങ്ങൾ ഏഴുമുട്ടം ത്യാബോർ കേന്ദ്രത്തിൽ ശനിയാഴ്ച നടക്കുന്ന റുഹാഭിഷേക ബൈബിൾ കൺവെൻഷനിൽ കൂടി പരിശുദ്ധ താബോർ മാതാവ് വഴി മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. തുടർന്ന് കയ്യൊപ്പ് ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നിൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ജോർജി അച്ഛൻ പറഞ്ഞു 9 ദിവസം വെഞ്ചിരിച്ച വെള്ളം കുടിക്കുകയും കഴുത്തിൽ പുരട്ടാനും ജപമാല ചൊല്ലാനും 24 ദിവസത്തിനകം മാറ്റമുണ്ടാകുമെന്നും സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജോർജ് അച്ഛൻ പറഞ്ഞതിന് പോലെ 24 ദിവസം കൊണ്ട് വേദനകൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ വേദന പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. പരിശുദ്ധ താബോർ മാതാവ് വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈ ദിനം ഈശോയോടൊപ്പം